ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാമാണ്. സോ ഇന്നത്തെ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. രാവിലെ തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന പോർഷനാണ് കമ്മീഷൻസ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ രാവിലെ പഠിക്കാമെന്ന് കരുതിയത്. കാരണം അത് രാവിലെ നോക്കിയിട്ട് പോയാൽ പെട്ടെന്ന് അത് കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അത് നോക്കിയിട്ട് പോയത്. പക്ഷേ ശരിക്കും വലിയ രീതിയിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല. രാവിലെ എഴുന്നേറ്റത് മുതൽ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. മഴയത്ത് എക്സാം എഴുതാൻ പോകുക എന്നത് തന്നെ ഒരു ചലഞ്ചാണല്ലേ. പ്രത്യേകിച്ച് എക്സാം സെൻറ്ററൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടി ആയിരിക്കും. നേരം നല്ല പുലർന്നിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം മാരത്തോൺ ക്ലാസ്സും അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് യൂട്യൂബ് നോക്കി കണ്ടു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. മഴ വീണ്ടും കൂടി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എങ്ങനെ പോകുമെന്ന്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ റിവിഷനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 11:30 ആയപ്പോൾ ഞാൻ ജസ്റ്റ് റെഡിയായി. അപ്പോഴും മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ഞാൻ റെഡിയായിട്ട് പിന്നെ എനിക്ക് കുറച്ച് സമയം കൂടി കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ നോട്ടിൽ എഴുതി വെച്ചിരുന്നു, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം ഒരു 11:45 ആകുമ്പോഴത്തേക്കും കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. വലിയ ടെൻഷൻ ഇല്ലായിരുന്നിട്ടും അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടി. കാരണം മഴയുണ്ട്, വണ്ടിയിൽ പോകാമെന്ന് കരുതി ഓട്ടോ എങ്ങനെ വിളിച്ചിട്ട് മെട്രോയിൽ. അപ്പോൾ എനിക്ക് അധികം സമയം എടുക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ശകല നേരവും കൂടി പിന്നെ ഇംഗ്ലീഷും അങ്ങനെ വൊക്കാബുലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് ജസ്റ്റ് യൂട്യൂബൊക്കെ കണ്ട് അതിൽ നിന്ന് എഴുതിയെടുത്ത നോട്ടാണ്. അപ്പോൾ അത് കുറച്ച് നേരം അതൊക്കെ വായിച്ചിരുന്നു. എന്നിട്ട് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഓട്ടോ വിളിച്ചു മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് മെട്രോ വന്നത്. എങ്കിലും നമുക്ക് സമയമുള്ളതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ടായിരുന്നു. സമയത്തിന് തന്നെ നമ്മൾ എത്തി. പിന്നെ മഴയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുടയൊക്കെ പിടിച്ച് പോകണം. കാരണം എനിക്ക് മെട്രോ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം എക്സാം കഴിഞ്ഞു. അതിന് ശേഷം ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ലുലുവിലോട്ടാണ് പോയത്. കാരണം അതിനടുത്തുള്ള സ്കൂളിലായിരുന്നു എനിക്ക് എക്സാം. പിന്നെ അതിന് ശേഷം പാരഗണിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ആൻസറൊക്കെ നോക്കി എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നോക്കാൻ. എനിക്ക് എക്സാം നല്ല പാടായിരുന്നു. ഒരുവിധം ഞാൻ ഓട്ടിച്ചാണ് ക്വസ്റ്റ്യനൊക്കെ നോക്കിയത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി. നല്ല മഴയായിരുന്നു കേട്ടോ ഫുള്ള്. പിന്നെ ഞാൻ ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ട് എനിക്ക് ആകെ മൂഡ് ഓഫായി. വീണ്ടും വന്ന് കിടന്നു. ശരിക്കും എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ കരുതും ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ. പക്ഷേ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് കുറേ നെഗറ്റീവാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ആകെ ഡെസ്പാവും. എങ്കിലും കുഴപ്പമില്ല. ഈ ഒരു എക്സാമിന് വേണ്ടി ഞാൻ അധികം പഠിച്ചില്ല. ഞാൻ മെയിൻസ് ആയിരുന്നല്ലോ കൂടുതൽ നോക്കിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. രാത്രിയായി, പുറത്തിപ്പോഴും മഴ. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. എൻ്റെ മനസ്സിലും ഇതുപോലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എല്ലാം ശരിയാവും അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.